Welcome to Electrodynamics 48th lecture. Semester 3 BSc Physics main students. 48th lecture Electrodynamics. Growth and decay of current in inlet circuit. Growth and decay of current in inlet circuit. In the previous class we have studied growth and decay of charge in CR circuit. Now we study growth and decay of current, not a charge. Current in LR circuit. We can see LR circuit. LR means inductance resistance, inductor resistor circuit. So the first part is growth of current in LR circuit. After that we see the decay of current in LR circuit. And here we write the equation first. The equation is called Helmholtz equation. HELM HOLTZ. HELM HOLTZ, Helmholtz equation. I is equal to I0 into 1 minus e raised to minus r by L into t. Eയുടെ പവറാണ് മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഹെംഹോൾട്സ് ഇക്വേഷൻ I is I0 into 1 minus e raised to minus r by L into t. അപ്പോൾ അവിടെ ആ പടത്തിൽ നമ്മൾ LR കാണിച്ചിട്ടുണ്ട്. ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ഒരു ബാറ്ററി, ഒരു കീയും വേണേൽ വരക്കാവുന്നതേ ഉള്ളൂ. കീ ഓൺ ചെയ്യുമ്പോൾ പിന്നെ ഒരു കറണ്ട് പാസ് ചെയ്യും. എന്നിട്ട് ഈ സർക്യൂട്ടിൽ അല്പസമയം കഴിയുമ്പോൾ മാക്സിമം കറണ്ട് ആകും. അല്പസമയം എന്ന് പറഞ്ഞാൽ ഒരു 0.1, 0.01, 0.001 സെക്കൻഡാണ്. അത്തരം ടൈമിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആണല്ലോ നമ്മളിവിടെ ഈ ട്രാൻസിയൻറ്റ് കറണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ CRൽ നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്താൽ കറണ്ട് ചാർജ് മാക്സിമം ആകാൻ എത്ര നേരം വേണം, അതൊക്കെ ഡിസ്കണക്ട് ചെയ്താൽ ചാർജ് 0 ആകാൻ എത്ര നേരം വേണം. അതുപോലെ LRൽ നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്താൽ മാക്സിമം കറണ്ട് ആകാൻ എത്ര നേരം വേണം, അല്ലെങ്കിൽ മാക്സിമം കറണ്ട് ആക്കിയിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ ആ കറണ്ട് 0 ആകാൻ എത്ര സമയം വേണം, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് I is I0 into 1 minus e raised to minus r by L into t എന്നാണ്. മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി ഇയുടെ പവറാണ്. കൺസിഡർ ആൻ LR സർക്യൂട്ട് in which a battery of EMF is connected, let I be the current in the circuit. The circuit equation becomes E is equal to VL plus VR, equation number 1. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഇൻഡക്ടറിലെയും റെസിസ്റ്ററിലെയും കൂട്ടിയാൽ നമുക്ക് സപ്ലൈ വോൾട്ടേജ് കിട്ടും. E is equal to VL plus VR, equation number 1. ഓർക്കണം, നമ്മൾ ഡിക്കേ ഓഫ് കറണ്ട് എഴുതുമ്പോൾ E0 ആക്കും, കാരണം ബാറ്ററി അഴിച്ചു മാറ്റുകയാണ്. ഇവിടെ ബാറ്ററി പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് E is equal to VL plus VR എന്ന് എഴുതിയത്, ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഓരോ ടേമും കൊടുക്കുകയാണ്. എന്താണ് VR? VR ഈക്വൽ ടു RI, റെസിസ്റ്റർ ഇൻറ്റു കറണ്ട്, ഓംസ് ലോ ആണ്. ഇനി VL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസിലെ വോൾട്ടേജ് ആണ്. L ഇൻറ്റു DI/dt. ഇവ രണ്ടും ഇക്വേഷൻ 1 കൊടുക്കണം. ഇക്വേഷൻ 1 becomes E is equal to VL, L ഇൻറ്റു DI/dt പ്ലസ് VR, RI. നമുക്ക് ഈ RI റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. E മൈനസ് RI L ഇൻറ്റു DI/dt. പുട്ട് E മൈനസ് RI X. നമ്മൾ ആദ്യ കാൽക്കുലേഷൻ ഇപ്പോൾ ഒരു എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തിന് വേണ്ടി വരത്തില്ല. ആദ്യ കാൽക്കുലേഷൻ X എന്ന് കൊടുക്കാറുണ്ട്. E മൈനസ് RI is equal to X എന്ന് കൊടുക്കണം. അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു മൈനസ് ആർ DI/dt is dx/dt. ദാറ്റ് ഈസ് dx/dt ഈസ് ഈക്വൽ ടു മൈനസ് 1/r നോക്കണോട്ടെ DI/dt. DI/dt ഈസ് ഈക്വൽ ടു മൈനസ് 1/r dx/dt. അങ്ങനെയാണ്. DI/dt ഈസ് ഈക്വൽ ടു minus 1/r dx/dt. ഓർക്കണം. Therefore equation 2 becomes, മുകളിലാണ് ഇക്വേഷൻ 2 becomes X is equal to L into ബ്രാക്കറ്റിനകത്ത് ഇടണം കേട്ടോ, ബ്രാക്കറ്റിനകത്ത് പുട്ടിനെ ബ്രാക്കറ്റ് മൈനസ് 1/r dx/dt. ഇത് ബ്രാക്കറ്റ് ഇടുക.
That is x is equal to minus L by R dx by dt. That is dx by dt is minus R by L dt. Integrating integral dx by x is equal to integral minus R by L dt. That is log x is equal to minus R by L t plus c. Here c is the constant of integration. ഇപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ സി എന്ന് കൊടുക്കാം. നമ്മൾ നേരത്തെ സി ആർ പറഞ്ഞപ്പോൾ കെ എന്നാണ് കൊടുത്തത്. കെ എന്നാണ് കൊടുത്തത് കാരണം അവിടെ സി എന്ന് കൊടുക്കാൻ പറ്റത്തില്ല, കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. ഇവിടെ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സി എന്ന് കൊടുക്കാം. ലോ എക്സ് ഇസ് ഈക്വൽ ടു minus R by L t plus c, where c is the constant of integration. C is the constant of integration. That is, now we write in exponential manner. X is equal to e raised to minus R by L into t plus c. അറിയാമല്ലോ, ഇപ്പോൾ ലോഗ് എം ടു ദ ബേസ് എക്സ് ആണെങ്കിൽ എ റേസ് ടു എക്സ് എം എന്നുള്ള മോഡ് എഴുതുകയാണ്. If log m to the base a equal to x, then a raised to x is m. ആ മോഡൽ കാണിച്ചിരിക്കുകയാണ്. That is x is equal to e raised to minus R by L t into e raised to k, e raised to c. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. Put e raised to c is equal to a, another constant. So x is equal to a e raised to minus R by L into t. ഇനി നമുക്ക് ചെയ്യേണ്ടത് a കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ a എന്നുള്ള കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. Put the value of x. E minus R is equal to a e raised to minus R by L into t. We have written the value of x. Equation number 3. Then we apply the condition. Initially, if t is equal to 0, then I is equal to 0. നമ്മൾ സർക്യൂട്ട് ഓൺ ചെയ്യാൻ നേരത്ത് കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ I is 0. Therefore, above equation becomes e minus R. E minus 0 is equal to a e raised to 0. കാരണം ടൈം 0 ആണ്. അപ്പോൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ a is equal to e എന്ന് കിട്ടും. Therefore, equation 3 becomes, ആ ഇക്വേഷൻ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e minus R is equal to എയുടെ വാല്യൂ e into small e raised to minus R by L into t. ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ RI റൈറ്റിൽ കൊണ്ടുപോകണം. റൈറ്റിലുള്ള ഇ ഇൻറ്റു ഇ റൈസ് ടു ലെഫ്റ്റിൽ കൊണ്ടുവരണം. അപ്പോൾ RI is equal to ഇ ഇൻറ്റു 1 minus e raised to minus R by L t. അപ്പോൾ I is equal to e by R. ആണ് കാണേണ്ടത്. e by R into 1 minus e raised to minus R by L t. Put e by R equal to I0. അതൊരു മാക്സിമം കറണ്ടാണ്, കാരണം ഇ എന്ന് പറഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് ആണ്, maximum voltage. E by R is the maximum current I0. Put E by R is I0, maximum current. That is I. Therefore, I is equal to I0 into 1 minus e raised to minus R by L t. Equation number, text number 4. This is the Helmholtz equation for growth of charge. Growth of charge in an growth of current in an LS circuit. Growth of current in an LS circuit. ഇവിടെ നമുക്ക് പഴയപോലെ ഒരു ടൈം കോൺസ്റ്റന്റ് ഡിസ്കഷൻ ടൈം കോൺസ്റ്റന്റ് ടോ. നമ്പർ 1, ലെറ്റ് t is equal to L by R, then I is equal to I0 e raised to 1 minus e raised to minus R by L into L by R. R ക്യാൻസൽ ചെയ്യും, L ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? I is equal to I0 into 1 minus 1 by E എന്ന് കിട്ടും. നെക്സ്റ്റ് കേസ്, ലെറ്റ് t is 2L by R. അന്നേരം കിട്ടാൻ പോകുന്നത് then I is equal to I0 into 1 minus 1 by E square എന്ന് വരും. ആ വാല്യൂ ഇട്ട് നോക്കിയാൽ മതി. ലെറ്റ് t is equal to 3L by R, then I is equal to I0 into 1 minus 1 by E square and so on. അങ്ങനെ പോകും. If t is equal to L by R, 2L by R, 3L by R, അതാണ് നമ്മൾ എഴുതിയത്. 3L by R, etc. The current in this circuit becomes 1 minus 1 by E, 1 minus 1 by E square, 1 minus 1 by E cubed, etc. times the maximum current I0. Then L by R is equal to tau. L by R is equal to tau. L by R is equal to tau is called time constant.
ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സർക്യൂട്ട് മെഷേർഡ് ഇൻ സെക്കൻഡ്. ഇതാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. നോക്കി, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എക്സ് ആക്സിൽ പഴയതുപോലെ ടൈം എടുക്കും, വൈ ആക്സിൽ നമ്മൾ കറണ്ട് എടുക്കും. മാക്സിമം കറണ്ടിൻ്റെ ലൈനാണ് I0 ഡോട്ടർ ലൈൻ കാണിക്കുന്നത്. കർവ് ഗ്രാജുവൽ റൈസ് ചെയ്യും. എക്സ്പോണൻഷ്യൽ കർവാണ് ഇക്വേഷൻ. I = I0 ഇൻറ്റു 1 - e⁻⁻ r/L ഇൻറ്റു t എന്ന് പറയുന്ന ഹെംഹോൾസ് ഇക്വേഷനാണ്. എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ കറണ്ട്, മാക്സിമം കറണ്ട് I0, എക്സ്പോണൻഷ്യൽ ഗ്രാഫ്. മോളി മുട്ടുന്നതിന് ഇൻഫിനിറ്റ് ടൈം വേണം, അപ്പോൾ മോളി മുട്ടിക്കരുത്. I0 ഇൻറ്റു 1 - e⁻⁻ r/L ഇൻറ്റു t. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞ് നമുക്ക് ഡി കെ കൂടി കൂടെ പറഞ്ഞേക്കാം. രണ്ടും കൂടി രസയാണ്. ഡി കെ കേസ് 2 LR സർക്യൂട്ട് ഡി കെ ഓഫ് കറണ്ട്. അപ്പോൾ നോക്കിക്കേ, LR കാണിച്ചിട്ടുണ്ട്, ബാറ്ററി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറണ്ട് മാക്സിമം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ബാറ്ററി അഴിച്ചു മാറ്റി ഈ വയർ കൊണ്ട് താഴത്തെ വയർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ആ കറണ്ട് ഒഴുക്കിക്കളയുക. ഹാവിങ് എസ്റ്റാബ്ലിഷ്ഡ് മാക്സിമം കറണ്ട് I0 ഇൻ ദി LR സർക്യൂട്ട്, it is allowed to decay. The circuit equation becomes 0 = VL plus VR. Equation number 1. VR = RI. പഴയതുപോലെ തന്നെ എഴുതും. VL is L into d/dt. Put in the equation. Equation becomes 0 = L into d/dt plus RI. That is L into d/dt is equal to RI. d/dt is equal to -RI -R/L into dt. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നില്ല, നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഇൻ്റഗ്രൽ di/i is equal to integral -R/L dt. That is log I. Log I is equal to -R/L t plus c. That is I is equal to e⁻⁻R/L t plus c. That is I is equal to e⁻⁻R/L t into e⁻c. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ പുട്ട് e⁻c മുമ്പത്തെ പോലെ പുട്ട് e⁻c is equal to a, another constant. That is I is equal to a⁻⁻R/L into t. Equation number 2. ഇത് നമുക്ക് a കണ്ടുപിടിക്കണ്ടേ? a കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കണം. ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കണം. ഇഫ് t = 0, I is I0. നമ്മൾ മാക്സിമം കറണ്ട് വരുത്തിന് ശേഷമാണ് ഡിസ്കണക്ട് ചെയ്തത്. അതുകൊണ്ട് 0 ടൈമിൽ മാക്സിമം കറണ്ട് സർക്യൂട്ടിൽ ഉണ്ടെന്ന് കരുതണം. അത് I0 ആണ് മാക്സിമം കറണ്ട്. I is equal to a⁻⁻R/L t ആണ്. ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് I0, അതായത് മാക്സിമം കറണ്ട് e⁻0 ടൈമിൽ. That is a is I0. Therefore, equation 2 becomes I is I0 e⁻⁻R/L t. Equation number 3. Hence, the Helmholtz equation for decay of current in an LR circuit. അപ്പോൾ നമ്മൾ ഗ്രോത്തിൽ ചെയ്തതുപോലെ അതേ കാൽക്കുലേഷൻ തന്നെ, അതേ രീതി, the same pattern is repeated. ഡിസ്കഷൻ ടൈം കോൺസ്റ്റന്റ്. ഇപ്പോൾ ടൈം കോൺസ്റ്റന്റ് പറയുമ്പോൾ ചെറിയ മാറ്റം വരും. എങ്ങനെ പറയുന്നത് നോക്കൂ. ടൈം കോൺസ്റ്റന്റ് പറയുന്നത് ഡിസ്കഷൻ ടൈം കോൺസ്റ്റന്റ്. ഇഫ് t is L/R, I is equal to I0 e⁻⁻R/L. L/R അത് -1 ആയിട്ട് വരും. ദാറ്റ് ഈസ് I0 e⁻⁻1. ദാറ്റ് ഈസ് I0 into 1/E. Number 2, if t is equal to 2L/R, I is equal to I0 e⁻⁻R/L into 2L/R equal to I0 into 1/E². Next, if t is equal to 3L/R, I is equal to I0 e⁻3 equal to I0 1/E3 and so on. That is, if t is L/R, 2L/R, 3L/R, etc., the current in the circuit becomes 1/E, 1/E², 1/E³ etc. times the maximum current I0 in the circuit. L/R is called time constant of the circuit measured in second. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് എസ് എ.
നമ്മൾ CR ചോദിച്ചതുപോലെ ഇവ രണ്ടും കൂടി ചേർത്ത് എസ് പറയാം. ഡിസ്കസ് ഗ്രോത്ത് ആൻഡ് ഡിക്കേ ഓഫ് കറണ്ട് ഇൻ ഇല്ലാർ സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ടൈം കോൺസ്റ്റന്റ്. ഡിറൈവ് ഹെംഹോൾസ് ഇക്വേഷൻ ഫോർ ഇല്ലാർ സർക്യൂട്ട് ഇക്വേഷൻ. ഇപ്പോൾ ഗ്രോത്തും ഡിക്കേയും പറയണം. ഇവിടെ നമ്മൾ ഡിക്കേയുടെ കർവ് വരച്ചിട്ടുണ്ട്. ആ കർവ് എന്ന് വരച്ചോളണേ. ആ ഡിക്കേയുടെ കർവ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കി. ഇവിടെ ഗ്രോത്തിൻ്റെ കർവ് വരച്ച പോലെ കീഴ്പോട്ട് വരച്ചാൽ മതി. ആ മുകളിൽ ലൈൻ വരയ്ക്കണം, നമ്മൾ CR പറഞ്ഞ പോലെ. എന്നിട്ട് പിന്നെ മുകളിലെ കറണ്ട് I0 എന്ന് മാർക്ക് ചെയ്യണം. I0 നേരെ കീഴ്പോട്ട് ഗ്രാഫ് വരയ്ക്കണം. കീഴ്പോട്ട് താഴെ മുട്ടിക്കാതെ എക്സ്പോണൻഷ്യൽ കർവ് വരയ്ക്കണം. എന്നിട്ട് അവിടെ എഴുതണം I is I0 ഇൻറ്റു e⁻⁻ t എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നോക്കിയേ, ഇവിടെ DKF കറണ്ടിൻ്റെ ഗ്രാഫ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. അത് നിങ്ങൾ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ X ആക്സിൽ ടൈം, Y ആക്സിൽ കറണ്ട് ഇവിടെ വരച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഈ ഭാഗത്ത് വരച്ചാൽ മതി. ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ കാണിക്കണം. X ആക്സിൽ ടൈം, Y ആക്സിൽ കറണ്ട്, മാക്സിമം കറണ്ട് ലൈൻ വരയ്ക്കണം. ഇതിൻ്റെ കീഴ്പോട്ടാണ് എക്സ്പോണൻഷ്യൽ കർവ് വരയ്ക്കേണ്ടത്. അവിടെ I0 e⁻⁻L എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ റിലേഷൻ, ഹെംഹോൾസ് റിലേഷൻ ഫോർ DKF കറണ്ട് അത് എഴുതി കാണിക്കണം. അപ്പോൾ അതൊന്നും തന്നെ ചെയ്ത് നോക്കട്ടെ. ഞാനത് വിട്ടുപോയതാകണം നമ്മൾ സ്ലൈഡ് ചേർത്തപ്പോഴേ. അപ്പോൾ അതൊന്ന് ചേർത്തോളാം ആ ഗ്രാഫ്. That is all with your 40th lecture on electrodynamics. Thank you very much.